Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Welcome to yet another DTP. I hope all of you are doing well. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവുമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നത്തെ ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ലെറ്റ്സ് ടേക്ക് അപ്പ് സാംസ്. സങ്കീർത്തനങ്ങൾ 104 ഇപ്രകാരം പറയുന്നുണ്ട്: കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവാൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവാൻ, അവിടുത്തേക്ക് നന്ദി പറയുവാൻ, അവിടുത്തെ നാമം വാഴ്ത്തുവാൻ. പലപ്പോഴും when great things happen in our lives, it is easy for us to be grateful, അല്ലേ? നമുക്ക് താങ്ക്ഫുൾ ഒക്കെ ആകാനായിട്ട് തോന്നും. പക്ഷേ we look at our life and പലപ്പോഴും നമുക്കങ്ങനെ ഇറ്റ്സ് ഹാർഡ് ടു ഗിവ് താങ്ക്സ്, അല്ലേ? പലപ്പോഴും. സോ ഈ ഒരു സിറ്റുവേഷൻ, സ്പെഷ്യലി നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത്രയും സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ ചുറ്റും നടക്കുന്നത്, അല്ലേ? പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് സിറ്റുവേഷൻസ്, ആർ യു ഏബിൾ ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്? ദാറ്റ് ഈസ് എ റിയൽ ക്വസ്റ്റ്യൻ. സോ ഞാൻ ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്: യു കാൺ ബി ഫ്രൂട്ട്ഫുൾ വിത്തൗട്ട് ബീങ് ഗ്രേറ്റ്ഫുൾ. സോ let us enter his courts with thanksgiving and praise. നമുക്ക് അവിടത്തേക്ക് ഒരു നന്ദിയുള്ളൊരു ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കാം. Let us give thanks for all the blessings. ഈ ഒരു സോങ് പാടുമ്പോൾ let us give thanks for all the blessings we receive on a daily basis. എത്ര അനുഗ്രഹങ്ങളല്ലേ നമുക്ക് ഓരോ ദിവസവും നൽകപ്പെടുന്നത്. The blessings that we cannot see, ദൈവം അന്നും ഇന്നും എപ്പോഴും അവിടുന്ന് നൽകുന്ന പരിപാലന. Along with the blessings, let's give him thanks for all the crosses, for all the sufferings we get on a daily basis, because through that we can see his ultimate mercy and goodness and grace through them. So with a grateful heart, with a song of praise, let's give him thanks. Let us sing this song. സന്തോഷത്തോടുകൂടെ, നന്ദിയുള്ളൊരു ഹൃദയത്തോടെ നമുക്ക് പാടാം. Thank
എണ്ണിയാലും എണ്ണിയാലും തീരത്തില്ല അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളും നന്മകളും ഓർക്കുമ്പോൾ. സങ്കീർത്തനങ്ങൾ 40:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണ്. യെസ്, if we start counting our blessings, all the graces you've received, it's endless, it's countless, it's innumerous. There is no one like him, our Lord. Catechism of the Catholic Church paragraph 1 ഇങ്ങനെ തുടങ്ങുന്ന, God infinitely perfect and blessed in himself എന്നാ തുടങ്ങുന്ന. Yes, he's perfect. He doesn't need our praises, but we are called to praise him. We are called to give him glory, to give him thanks. ഈ ഒരു അടുത്ത പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പറയുന്ന, there are no words good enough to thank him. There are no words to express my praise. But I will lift up my voice and sing from my heart with all of my strength. നമുക്ക് ആ നല്ല ദൈവത്തെ, സ്തുതികളിൽ വസിക്കുന്ന ആ ദൈവത്തെ, let us sing hallelujah to the Lamb. The Lamb that redeemed us, that rescued us from death by his love. ഒന്നിച്ച് സന്തോഷത്തോടെ കൂടെ പാടും. Hallelujah, hallelujah, hallelujah to the Lamb. Hallelujah, hallelujah, by the blood of Christ we stand. Every tongue, every tribe, every people, every land, giving glory, giving honor, giving praises to the Lamb of God. Hallelujah, hallelujah.
നമ്മൾ കണ്ടു. CCCയിൽ ഇപ്രകാരമാണ് പറയുന്നത്: God infinitely perfect and blessed in himself, in a plan of sheer goodness, freely created man to make him share in his own blessed life. Yes, in his own blessed life, we are called to be partakers in that divine life. That blessed life, a life of holiness. വിശുദ്ധിയിലൂടെ ആ ഒരു ബ്ലെസ്ഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത ഒട്ടനേകം ആൾക്കാരെ നമുക്കറിയാം. തിരുസഭയിലുള്ള നമ്മുടെ വിശുദ്ധാത്മാക്കൾ, by their holiness they were able to experience that heaven, that blessed life right on earth. Holiness എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും it is a word that is misunderstood many times. കുറേ പാപം ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ കുറേ നന്മകൾ ചെയ്യുന്നതോ അല്ല ഹോളിനെസ്, അല്ല വിശുദ്ധി. ഇറ്റ് ഈസ് സിംപ്ലി ഡൂയിങ് ഗോഡ്സ് വിൽ, submitting our will to his will. It may be impossible for us. കാണുമ്പോൾ ഇതൊന്നും നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ തോന്നും. പക്ഷേ മദർ തെരേസ പറയുന്നുണ്ട്, saints are also sinners who kept on trying. Yes, it is our call to be holy. We have a call to be in that holiness. Of course, അവിടുത്തെ കൃപയാലും പരിശുദ്ധാത്മാവിനാലും നമുക്കത് സാധിക്കും. ഈ ഒരു സോങ് പാടുമ്പോൾ let us submit our will to his will. Let us submit all our intentions, all our obsessions, all our plans that may be shattered and broken, but he has got a better plan. അവിടുത്തെ ഹിതം നമ്മിൽ ഓരോരുത്തരിലും നിറവേറ്റപ്പെടാൻ, and finally to be partakers in his eternal life. ഈ ഒരു സോങ്ങിൽ പറയുന്നുണ്ട്, God, you may not need me, but somehow you want me. Yes, he is perfect, he doesn't need us, but somehow he wants me, because he wants for us to be partakers in his eternal life. So let us sing this heart, let us sing this song with an open heart, with an open mind, and submit all our prayers, all our intentions. Here I am, all my intentions, all my obsessions, I want to lay them all down in your hands. Only your love is vital, though I'm not entitled, still you call me your child. Yes, God. God, you don't need me, but somehow you want me. Oh, how you love me. Somehow that frees me to take my hands off of my life and the way it should go. Oh, God, you don't need me, but somehow you want me. Oh, how you love me. Somehow that frees me to open my hands up and give you control. Yes, I
1 പത്രോസ് 1:15 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവൻ. യെസ്, ബി ഹോളി ആസ് ദ വൺ ഹു കോൾഡ് യു ഹിസ് ഹോളി. നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനാണ്. ആൻഡ് വി ആർ കോൾഡ് ടു ദാറ്റ് ഹോളിനെസ്. നമുക്ക് അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കാം. Let us come into worship. Let us come into that holiness. വിശുദ്ധിയിൽ സമുന്നതനായ ആ പരമപിതാവിനെ, പരിശുദ്ധനായ ആ നല്ല അപ്പനെ നമുക്കൊന്ന് ആരാധിക്കാം. സ്വർഗീയ വൃന്ദങ്ങളോടുമൊപ്പം let us worship that loving Abba. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തില്, വിശുദ്ധിയിൽ സമുന്നതനേ, വണങ്ങുന്നു തിരുസന്നിധി. Let us sing together. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തില്, വിശുദ്ധിയിൽ സമുന്നതനേ, വണങ്ങുന്നു തിരുസന്നിധി. ആരാധിക്കും
Yes, Jesus. There is no one like you, Lord. അങ്ങേ മാത്രം മതി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. We only need you to be partakers in your eternal life, in your blessed life. Amen. Praise the Lord. Hallelujah. Hallelujah. സോ നമ്മളെല്ലാവരും വീണ്ടും ഒരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എല്ലാം ഒരു ബാക്ക് ടു ഒരു നോർമൽ ലൈഫിലേക്ക്, നമ്മുടെ ഒരു പഴയ ലൈഫിലേക്കൊക്കെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ യൂത്ത് DTPയിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മൾ ടോക്കിലേക്ക് കടക്കുന്ന മുമ്പ് ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് പേരോട് നമ്മൾ ചോദിച്ചായിരുന്നു. നമുക്കറിയാം ഇപ്രാവശ്യം നമ്മുടെ തീം എടുത്തിരിക്കുന്നത് ഹോളിനെസ് ഇസ് പവർ എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഒരു കോമൺ യൂത്തിൻ്റെ ഒരു ആൻസർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒന്ന് ചോദിച്ചായിരുന്നു, വാട്ട് ഈസ് ഹോളിനെസ് അക്കോർഡിംഗ് ടു യു? ഡു യു തിങ്ക് യു ക്യാൻ ലീഡ് എ ഹോളി ലൈഫ് ഇൻ ദിസ് 21st century? അപ്പോൾ ആൾക്കാരുടെ ഒരു ക്രൗഡും ഫീഡ്ബാക്കും ഒക്കെ അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ചോദിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾ ആ വീഡിയോയിലൂടെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എനിക്ക് ടോക്ക് തുടങ്ങുന്ന മുമ്പ് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ഡു യു തിങ്ക് ഹോളിനെസ് ഇസ് പോസിബിൾ? ഡു യു ബിലീവ് ദാറ്റ് ഹോളിനെസ് ഇസ് പവർ? ഡു യു തിങ്ക് യു ക്യാൻ ലീഡ് എ ഹോളി ലൈഫ് ഇൻ ദിസ് 21st century? അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങളും ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണോ, അതോ നിങ്ങളുടേതായ തിയറീസ് ഓഫ് ഹോളിനെസ് എന്തെങ്കിലും ഉണ്ടോ, എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ വഴിയെ വരുന്ന കാണാം. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്ന മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ വിശുദ്ധി എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അമ്മ ത്രേസ്യ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഷീ എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ് ഹോളിനെസ്. എന്താണ് വിശുദ്ധി? വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് പാപങ്ങളുടെ രാഹിത്യത്തിലോ പുണ്യങ്ങളുടെ സമ്പാദ്യത്തിലോ അല്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റുന്നതിലാണ്. നമുക്കെല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവും, ഓ വിശുദ്ധി എന്ന് പറഞ്ഞാൽ പാപമൊന്നും ചെയ്യാതെ ഒന്ന് ഭയങ്കര വിശുദ്ധമായിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധി എന്ന് വിചാരിക്കും. ചിലർ വിചാരിക്കും എന്തോ കുറേ പുണ്യങ്ങളും കുറേ നന്മകളും ചെയ്യുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. പക്ഷേ അമ്മ ത്രേസ്യ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാപങ്ങളുടെ രാഹിത്യമോ പുണ്യങ്ങളുടെ സമ്പാദ്യമോ അല്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റുന്നതാണ് വിശുദ്ധി. കൊച്ചു ത്രേസ്യ, സെയിൻറ്റ് തെരേസ ഓഫ് ലിസ്യൂക്സ് ഇങ്ങനെ പറയുന്നുണ്ട്, ഹോളിനെസ് കൺസിസ്റ്റ് സിംപ്ലി ഇൻ ഡൂയിങ് ഗോഡ്സ് വിൽ ആൻഡ് ബീയിങ് ജസ്റ്റ് വാട്ട് ഗോഡ് വാണ്ട്സ് us to be. നമ്മളെ ദൈവം ആരാവാനാണ് വിളിക്കപ്പെട്ടത്, അതിലേക്ക് വളർന്നു വരുന്നത്, ദൈവഹിതം അനുഷ്ഠിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. മാത്യു കെല്ലി എന്ന് പറയുന്ന ഒരു ഫേമസ് ഒരു ന്യൂയോർക്ക് ടൈം ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓഥറാണ്. അപ്പോൾ പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഇങ്ങനെ, ദ ബിഗ്ഗസ്റ്റ് ലൈ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്നത്, നിങ്ങൾക്ക് ഗെസ് ചെയ്യാമോ വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലൈ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി? അപ്പോൾ പുള്ളി അതിൽ പറയുന്നൊരു കാര്യമാണ്, ദ ലൈ ഇസ് ദിസ്, പീപ്പിൾ തിങ്ക് ദാറ്റ് ഹോളിനെസ് ഇസ് നോട്ട് പോസിബിൾ. അത് വളരെയധികം, ഞാനും ആ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെയധികം സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങളാണ്. ശരിക്കും ഇപ്പോഴും നമ്മളെ ചുറ്റുവട്ടത്തിലേക്ക് ചോദിച്ചാൽ ഹോളിനെസ് എന്ന് പറഞ്ഞ വേർഡേ നമ്മളുടെ ഒരു ഭാഷയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൊക്കാബുലറിയിൽ നിന്ന് തന്നെ എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഹോളിനെസ് അതൊക്കെ നമ്മൾ നമ്മുടെ എന്താ പറയുക, ഒരു അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സെയിൻസ് ഒക്കെ ജീവിച്ചിരുന്ന ഒരു ഏർലി 19th century ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറയാം. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹോളിനെസ് ഇസ് നോട്ട് പോസിബിൾ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പുള്ളി പറയുന്നത്, ദിസ് ഇസ് ദ ലൈ ദാറ്റ് ഇസ് ന്യൂട്രലൈസിങ് ദ മോഡേൺ ക്രിസ്ത്യൻ എറ. ഈ ഒരു ഒറ്റ നൊടയിലാണ് സാത്താൻ ഇപ്പോഴും ഈ ലോകത്ത് ട്രൈം ചെയ്യുന്നതെന്ന് പറയുന്നത്. വിജയകരമായി സാത്താൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ നൊണയിലാണ്, ദാറ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഹോളിനെസ് ഇസ് നോട്ട് പോസിബിൾ. 1 തെസ്സലോണിയ 4:3 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്, അസന്മാർഗതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിസ് വിൽ ഇസ് ദാറ്റ് വി മസ്റ്റ് ബി ഹോളി ആസ് അവർ ഹെവൻലി ഫാദർ ഇസ് ഹോളി. നമ്മുടെ ഓരോരുത്തരുടെയും വിളി എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വി മസ്റ്റ് ഗ്രോ മോർ ആൻഡ് മോർ ഇൻ ടു ഹിസ് ഡിവൈൻ നേച്ചർ. പക്ഷേ ഈ ഒരു നുണ കാരണം നമ്മളിപ്പോഴും ഒരു ചൂടോ ഇല്ല, ഒരു തണുപ്പോ ഇല്ലാതെ വളരെ ഒരു ന്യൂട്രലായിട്ടുള്ളൊരു ലൈഫിലേക്ക് പോവുകയാണ്. സാത്താനാൽ പറ്റിക്കപ്പെടുകയാണ്. ദൈവം പറയുന്നുണ്ട്, ചൂടോ തണുപ്പോ ഇല്ലാത്തവരെ ദൈവം തുപ്പിക്കളയെന്ന് പറയുന്നുണ്ട്. വളരെ ഒരു ലൂക്ക് വാം ആയിട്ടുള്ളൊരു കാറ്റഗറി ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എറ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയും. പക്ഷേ മദർ തെരേസയുടെ ഒരു കോട്ടുണ്ട്. മദർ തെരേസ ഇങ്ങനെ പറയുന്നത്, സെയിൻസ് ആർ ഓൺലി ഹ്യൂമൻസ് ഹു കീപ്പ് ഓൺ ട്രൈങ്,
നമ്മൾ പലപ്പോഴും വിചാരിക്കും ചിലപ്പോൾ വിശുദ്ധരെന്ന് പറഞ്ഞാൽ പാപം ഒന്നും ചെയ്യാത്തവരാണ്, അവർക്ക് ഈ പ്രലോഭനം അങ്ങനെയൊന്നുമില്ല, അവരങ്ങനെ പാപം ചെയ്യാത്തവരോ അല്ലെങ്കിൽ പ്രലോഭനം ഇല്ലാത്തോ ഏതോ അന്യഗ്രഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അവരും ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചു. ദേ വെർ ഓൾ നോർമൽ പീപ്പിൾ. അവർക്കും അവരുടേതായ വികാരങ്ങളുണ്ടായിരുന്നു, വിചാരങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പോലെ ഒരുപാട് ടെംപ്റ്റേഷൻസിനൊക്കെ ഉണ്ടായിരുന്നു. എവറി സെയിൻസ് ദേ സ്ട്രഗിൾഡ് വിത്ത് സിൻ ആൻഡ് ടെംപ്റ്റേഷൻസ്. നമുക്കറിയാം കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, വലിയ സ്നേഹത്തിൻ്റെ തുറയൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മഗ്ദലീന മറിയത്തെക്കാളും വലിയൊരു പാപിയായി തീർന്നാനേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ടെംപ്റ്റേഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ക്ലാര പുണ്യവതി വന്നപ്പോൾ ഒരു ചെറിയൊരു ആനന്ദം. അപ്പോൾ ആ ഒരു ടെംപ്റ്റേഷൻ ഓവർകം ചെയ്തത് എങ്ങനെയാണ്, നമ്മൾ റോസാ ചെടിയിലേക്ക് എടുത്ത് ചാടിയെന്നൊക്കെ നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ് വിശുദ്ധ അഗസ്തീൻ്റെ ജീവിതം നമുക്കറിയാം. ഒരുപാട് മോശമായ ജീവിതത്തിലൂടെ നടന്നാണെങ്കിലും അവസാനം മോണിക്കയുടെ പ്രാർത്ഥന കാരണം തിരികെ വന്നതാണ്. അപ്പോൾ നമ്മളാരും വിചാരിക്കരുത് വിശുദ്ധരെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലത് മാത്രം ചെയ്യുന്ന, ഒരു പാപം പോലും ചെയ്യാത്തവരല്ല. പക്ഷേ വിശുദ്ധരെന്ന് പറഞ്ഞാൽ അവർ പാപം ചെയ്യാത്തവരല്ല, പക്ഷേ പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ചവരാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വിചാരിക്കും പാപമൊന്നും ചെയ്യാതെ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ഞാൻ വളരെ പാപിയാണ്. പക്ഷേ വിശുദ്ധരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കണം. നമ്മളെല്ലാവരും പാപിയാണ്, നമ്മളെല്ലാവരും പാപികളുടെ ഇടയിലാണ് കഴിയുന്നത്. പക്ഷേ വി ഷുഡ് ഹേറ്റ് സിൻ. അതാണ് വിശുദ്ധരുടെയൊക്കെ. അവർ എല്ലാം സ്വാഭാവികം, എല്ലാം മാനുഷികം, അല്ലെങ്കിൽ എല്ലാം അനുവദനീയം, എങ്ങനെയുള്ള വാദമുഖങ്ങൾക്ക് അവർ ചെവി കേൾക്കാറില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു എക്സ്ക്യൂസാണ്, നമ്മൾ മനുഷ്യരല്ലേ, ഇടയ്ക്കൊക്കെ വീണു പോവും, അതൊക്കെ ഇച്ചിരി അനുവദനീയമാണ്, വൈകാരികമായ കാര്യങ്ങളാണ്. പക്ഷേ സെയിൻസ് എന്ന് പറയുന്നത് അവരിങ്ങനത്തെ എക്സ്ക്യൂസുകൾക്ക് അവർ വിട്ടുകൊടുത്തിരുന്നില്ല. എല്ലാം സ്വാഭാവികം അല്ലെങ്കിൽ എല്ലാം മാനുഷികം, ചിലതൊക്കെ അനുവദനീയം എന്നീ വാദമുഖങ്ങൾക്ക് ചെവി കൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ലോകത്തെ ആസ്വദിക്കാൻ അവർ കൂട്ടായില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം ഓർക്കണം, നമ്മൾ ഇങ്ങനെ കുറേ എക്സ്ക്യൂസസ് പറഞ്ഞെപ്പോഴും രക്ഷപ്പെടണം. നമ്മൾ അത്രയും നേരം കുറേ കഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത, അങ്ങനെ ഓരോന്നിനും നമ്മൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെറിയ ചെറിയ എക്സ്ക്യൂസ് വേണ്ടപ്പോൾ നോക്കുക. യെസ്, നമ്മളും ഇങ്ങനത്തെ ചെറിയ എക്സ്ക്യൂസ് കൊടുക്കാതെ മാറ്റണം. അപ്പോൾ എല്ലാം സ്വാഭാവികം അല്ലെങ്കിൽ മാനുഷികം, അനുവദനീയം എന്നിങ്ങനെയുള്ള എക്സ്ക്യൂസസ് നമ്മൾ നെക്സ്റ്റ് ടൈം പറയാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഒരു സത്യം ഇതാണ്, പിശാച് ഉറങ്ങുന്നില്ല, ജഡം ഇതുവരെ മരിച്ചിട്ടുമില്ല. അപ്പം നിരന്തരം നമ്മുടെ ബോഡിയും നമ്മുടെ ആത്മാവും നിരന്തരം യുദ്ധത്തിലാണ്. കാരണം അത് രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്. അപ്പം നിരന്തരം ഈ ബാറ്റിൽ നമ്മുടെ ഉള്ളിൽ നടക്കും. സോ നമ്മളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ നമുക്ക് ഈ വിശുദ്ധിയൊന്നും സാധിക്കുന്നില്ല. കാരണം നമുക്ക് ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമാണ് നമുക്ക് ഈ വിശുദ്ധി സ്വന്തമാക്കാൻ പറ്റുക. ക്രിസ്തുവാനുകരണം പഠിപ്പിക്കുന്നുണ്ട്, തന്നെ ജയിക്കുമ്പോഴും ആന്തരികമായ ആശാനിഗ്രഹങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മനുഷ്യൻ പുണ്യാഭിവൃദ്ധി കൈവരിക്കുന്നതും കൂടുതൽ പ്രസാദവനം പ്രാപിക്കുന്നതും. അപ്പോൾ എത്രയ്ക്ക് നീ നിന്നോട് തന്നെ ബലം ചെയ്യുന്നുവോ അത്രയ്ക്ക് മാത്രമേ നീ പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുന്നുള്ളൂ. സോ നിരന്തരം നമ്മുടെ ലൈഫ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ബാറ്റിൽ. നമ്മൾ വിട്ടുകൊടുക്കാതെ വി ആർ ഓൾവേസ് നമ്മുടെ ജഡത്തിനെതിരെ നമ്മൾ ബാറ്റിൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, മത്തായി 11:12 പറയുന്നുണ്ട്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അതിൽ പിടിച്ചടക്കുന്നു. സോ നമ്മൾ നേരത്തെ പറയുമല്ലോ, വി ആർ അഗെയിൻ കോൺസ്റ്റൻ്റ്ലി ഇൻ എ ബാറ്റിൽ. നമ്മൾ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവരല്ല, എന്നാൽ പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ടീനേജ് പ്രായത്തിലൊക്കെ നമുക്കുണ്ടാവുന്ന കുറച്ച് ഒരു ഫിലോസഫി അല്ലെങ്കിൽ നമുക്ക് കുറച്ചുണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്, എനിക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ വേണം, ഇത് എൻ്റെ ലൈഫാണ്, മൈ ലൈഫ് മൈ റൂൾസ്, അല്ലെങ്കിൽ മൈ ബോഡി, എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യണം എന്നുള്ളൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. എല്ലാം നമുക്ക് ഇപ്പോൾ അനുവദിക്കണം, എല്ലാം ഇപ്പോൾ തന്നെ ആസ്വദിക്കണം എന്നുള്ളൊരു ടെൻഡൻസി. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും എല്ലാത്തിനും സുഖമുള്ള പോലെ നമ്മൾ ചെയ്യണം. എല്ലാത്തിൻ്റെയും പ്ലഷർ, സീക്ക് ഓൾ ദ പ്ലഷർ ബട്ട് നോ പെയിൻ എന്നുള്ളതാണ്. നമുക്ക് അതിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി. എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ വരെ നിൽക്കുകയാണ്. നമുക്കൊരു ഭക്ഷണം വേണമെങ്കിൽ, എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ എല്ലാം അപ്പോൾ ഒന്ന് തന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് ഇച്ചിരി ഡിലേ ചെയ്യാനോ ഒന്ന് മാറ്റി വയ്ക്കാനോ ഒന്നും പറ്റുന്നില്ല. എല്ലാം ആ നിമിഷം തന്നെ നമുക്ക് കിട്ടണം. പക്ഷേ അതിൻ്റെ വലിയൊരു ബോണ്ടേജ്, അതിൻ്റെ വലിയൊരു നെഗറ്റീവ് എഫക്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. എല്ലാം നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യം അനുസരിച്ച് ചെയ്തതിൽ ദ വേൾഡ് ഹാസ് ലെഡ് ടു ദ വേഴ്സ്റ്റ് പോസിബിൾ ബോണ്ടേജ് എവർ. അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നു. അതിൻ്റെ മെയിൻ ഒരു റീസൺ പറയുന്നതും ഇത് തന്നെയാണ്. ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പിന്നിൽ ലോകം നിരന്തരമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വന്നാൽ അപ്പം തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് അപ്പം തന്നെ സ്വന്തമാക്കണം, അങ്ങനെ എല്ലാം
പെട്ടെന്ന് നമുക്കെല്ലാം ഈ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാം പിന്നീട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമയമായിരിക്കും അതൊക്കെ എൻജോയ് ചെയ്യാനുള്ള. പക്ഷെ അതെല്ലാം എനിക്ക് ഇപ്പോൾ തന്നെ എനിക്കത് ലഭ്യമാക്കണമെന്ന് നമ്മൾ വാശി പിടിക്കും. നമുക്കെല്ലാവർക്കും ദൈവം ഒരു മനോഹരമായൊരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയവും ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ സ്റ്റുഡൻസ് നമ്മൾ പഠിക്കാൻ വിളിക്കപ്പെട്ട സമയമാണ്. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സ്നേഹിക്കാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്, കുടുംബജീവിതം നയിക്കാൻ ഒരു സമയം, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ആ സമയം ക്രോസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനും നമ്മൾ വിചാരിക്കുന്ന സമയത്തിന് തന്നെ എല്ലാം നടത്തിക്കണം എന്ന് വിചാരിച്ച് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വലിയ അടിമത്തത്തിലേക്കും വലിയ നിരാശയിലേക്കും ഒക്കെയാണ് നമ്മളിപ്പോഴത്തെ യൂത്ത് പോകുന്നത് എന്ന് നമുക്ക് കാണാം. നമ്മുടെ ശ്രീനിവാസനൊക്കെ ഒരു വലിയ ഡയലോഗ്, എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ലേ ദാസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ദൈവത്തിൻ്റെ സമയത്തിലേക്ക് നമുക്കിപ്പോഴും ഒന്ന് യൂസ്ഡ് ആവാൻ അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ നമുക്കിപ്പോഴും ഒരു പേടിയുണ്ട് എന്നുള്ള കാര്യം. there are 3 rules of life എന്ന് പറയും. There is no liberty without law, അതായത് നിയമമില്ലാതെ സ്വാതന്ത്ര്യമില്ല. Then there is no rights apart from responsibility, ഉത്തരവാദിത്തമില്ലാതെ അവകാശങ്ങളൊന്നുമില്ല. And no rules make fools, ഒരു നിയമവും നമ്മളെ വിഡ്ഢികളാക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഒരുപാട് നിയമങ്ങളും ക്രിസ്ത്യാനിറ്റിയും റിലീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങളും ഒരുപാട് കമാൻഡ്മെൻറ്റ്സും ഒക്കെയുള്ള ഒരുപാട് റിസ്ട്രിക്ഷൻസ് തരുന്നതായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ കാണുന്നത്. പക്ഷേ ഈ പ്രായത്തിൽ ചില റിസ്ട്രിക്ഷൻസ് വെക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും മാത്രം തേടിപ്പോയാൽ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് നഷ്ടത്തിലേക്കും ഒരുപാട് വലിയ അടിമത്തത്തിലേക്കും നമ്മുടെ അൾട്ടിമേറ്റ് ഡിസ്ട്രക്ഷനിലേക്കാണ് അത് ഓരോന്നും നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇഫ് വി സറണ്ടർ ourselves, if we remain obedient to the people around us, to our parents, to the God given authority, what we'll see is that there is ultimate freedom, there is ultimate fullness of life in Christ Jesus. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് ക്വെഞ്ച് ചെയ്ത് തുടങ്ങിയാൽ ശരിക്കും നമുക്ക് വളർന്ന് വലുതാകുമ്പോഴേക്കും ആ ദൈവത്തിൻ്റെ വലിയ ഫ്രീഡം, then nothing in this world will conquer us. ഒന്നും നമ്മളുടെ കൺട്രോളിലായിരിക്കില്ല. നമ്മൾ ആദ്യം ആദവും അവയൊക്കെ ഗാർഡൻ ഓഫ് ഈഡനിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ കണ്ടു, they had control over the entire earth. ആനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, സൺ ആയിക്കോട്ടെ, വെതർ ആയിക്കോട്ടെ, ദൈവം എല്ലാത്തിനും മേലും അവർക്ക് അധികാരം ഏൽപ്പിച്ചു. അതുപോലെ നത്തിങ് ഷുഡ് കൺട്രോൾ അസ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു ഗ്രൂമിങ്, ഒരു ഡിസിപ്ലിൻ പീരിയഡ്, നമ്മുടെ ഒരു യൂത്തിൻ്റെ ടൈം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ചിലതൊക്കെ നമ്മൾ മാറ്റിവെച്ചാൽ ശരിക്കും നമ്മൾ ഇച്ചിരി കൂടെ വളർന്ന് വലുതാകുമ്പോഴേക്കും നമ്മളൊരു അൾട്ടിമേറ്റ് ഫ്രീഡത്തിലേക്ക്, ദ ഫുൾനെസ് ഓഫ് ലൈഫ് ദാറ്റ് ക്രൈസ്റ്റ് ഇസ് കോളിങ് ഇൻ ടു യു, അതിലേക്ക് നമുക്ക് വളർന്നു വരാനുള്ള വലിയൊരു അഡ്വൈസാണ്. സോ എൻ്റെ യൂത്തിനോട് ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, ഇപ്പോൾ ചെറിയ ഇഷ്ടങ്ങളും നമുക്ക് നമ്മുടെ യൂത്തിൻ്റെ തോന്നാവുന്ന ചില എക്സ്പ്ലോറേഷൻസും അതെല്ലാം ചിലതൊക്കെ ഇപ്പം മാറ്റിവെക്കുക. പക്ഷേ ഭാവിയിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഫ്രീഡത്തിലേക്ക് ദൈവം നയിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ മാത്രം ഒരാൾ നന്നായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, ഞാൻ മാത്രം ഇപ്പോൾ ഒരു ഡീസൻറ്റ്, ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ യു വോണ്ട് നോ ദ ട്രൂത്ത് നൗ. നമ്മൾ പറയും ഫൂൾസ് ദേ ലേൺ ഫ്രം ദെയർ ഓൺ മിസ്റ്റേക്സ്, ബട്ട് വൈസ് പീപ്പിൾ ദേ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ്. സോ ഇപ്പം നമുക്ക് തോന്നുമായിരിക്കും, വളരെ സ്ട്രിക്റ്റ് ആണ്, എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള അനുവാദമില്ല. പക്ഷേ ടുമോറോ യു ആർ ഗോയിങ് ടു ലീഡ് എ ലൈഫ് ഓഫ് ഗ്രേറ്റ് അബണ്ടൻറ്റ് ഫ്രീഡം ആൻഡ് അബണ്ടൻറ്റ് ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അന്ന് ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവരുടെ ഇഷ്ടങ്ങളൊക്കെ വെച്ച് നോക്കിയ ആൾക്കാരെന്ന് വെച്ച് നോക്കുമ്പോഴേക്കും യു വിൽ ഫ്ലൈ അബവ് ദം. ഇപ്പോഴത്തെ ഒരു സെക്യുലർ കൾച്ചറിൻ്റെ ഒരു ഫിലോസഫി അബൌട്ട് ലൈഫ് ആൻഡ് ഹാപ്പിനെസ് ആണ്, ദ മീനിങ് ഓഫ് ലൈഫ് ഇസ് ടു ഗെറ്റ് വാട്ട് യു വാണ്ട്. ദ മോർ യു ഗെറ്റ് വാട്ട് യു വാണ്ട്, ദി ഹാപ്പിയർ യു വിൽ ബി. അത് ആക്ച്വലി ഒരു വലിയൊരു നുണയാണ്. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവരും സത്യമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വലിയ നുണയാണ്. ഒരിക്കലും നമുക്ക് കിട്ടുന്നത് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ വേണമെന്ന് വിചാരിക്കുന്നതൊന്നും നമ്മൾ കിട്ടുന്നതോടും ഒരിക്കലും നമ്മളെ അത് ഒരു സന്തോഷത്തിലേക്ക് നയിക്കുന്നില്ല. ബിക്കോസ് ദ വേൾഡ് ക്യാൻ ഓൺലി ഗിവ് അസ് ടെമ്പററി ഹാപ്പിനെസ്, ഒരു മൊമെൻ്ററി പ്ലഷർ അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ റഷ്. അത് മാത്രമേ നമുക്ക് ലോകത്തിലെ പ്ലഷേഴ്സിനെല്ലാം തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ വാട്ട് ആർ ഹാർട്ട് ആക്ച്വലി യേൺസ് ഇസ് എ മച്ച് ഡീപ്പർ, ഒരു ലോങ് ലാസ്റ്റിംഗ് ജോയ്, ഒരു ലോങ് ലാസ്റ്റിംഗ് പ്ലഷറാണ് നമ്മുടെ ഹാർട്ട് സീക്ക് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും നമ്മുടെ ലോകത്തിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മാത്യു കെല്ലി ഞാൻ നേരത്തെ പറയും, പുള്ളി പറയും ഹൗ ക്യാൻ ബി പ്രാക്ടീസ് ഹോളിനെസ്. നമുക്ക് പറയാം ഒരു ഹോളി ലൈഫ് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടെറർ അല്ലെങ്കിൽ എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഹോളി മൊമെൻറ്റ്സ്. അപ്പോൾ ഹോളി മൊമെൻറ്റ്സ്, വാട്ട് ഇസ് എ ഹോളി മൊമെൻറ്റ്? ഓരോ മൊമെൻറ്റും വി ഓപ്പൺ അവർ സെൽഫ് ടു ഗോഡ്. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ അന്നേരം നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് വി ആർ ബീങ് ദ പേഴ്സൺ ഹൂം ഗോഡ് ക്രിയേറ്റഡ് യു ടു ബി, ആൻഡ് യു ആർ ഗോയിങ് ടു ഡു വാട്ട് യു ബിലീവ് ഗോഡ് ഇസ് കോളിംഗ് ടു ഡു ഇൻ ദാറ്റ് മൊമെൻറ്റ്.
അപ്പോൾ ആ ഒരു നിമിഷം നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മളുടെ സെൽഫ് ഇൻട്രസ്റ്റും നമ്മൾ അന്നേരം ചെയ്യാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് വി ആർ ഗോയിങ് ടു ബി ദ പേഴ്സൺ ആൻഡ് വി ആർ ഗോയിങ് ടു ഡു വാട്ട് ഗോഡ് വാണ്ട്സ് us ടു ഡു ഇൻ ദാറ്റ് മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹോളി ലൈഫ് ലീഡ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഹോളി മൊമെൻറ്റ്സ് ലീഡ് ചെയ്യാൻ പറ്റും. കാരണം സെയിൻസിൻ്റെ ലൈഫ് നോക്കിയാലും അവരെപ്പോഴും ഇങ്ങനെ ഹോളി ലൈഫ് ലീഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ദേ ഓൾസോ ഹാഡ് ദെയർ ഓൺ അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷേ ഇഫ് വി ലിവ് holy moments, one moment at a time, we can slowly increase our holy life. And അങ്ങനെയാണ് പതുക്കെ നമ്മൾ, ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങനെ വിശുദ്ധനാകാൻ പറ്റുമെന്നല്ല. വി ഹാവ് our ups and downs, ബട്ട് നമ്മൾ മേളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോഴും വി റിലൈ ഓൺ ദി mercy ഓഫ് ഗോഡ്. അങ്ങനെ എവറി ഡേ ഹോളി മൊമെൻറ്റ്സ് ഓഫ് ദി ഓർഡിനറി പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ, വി ക്യാൻ ചേഞ്ച് ആൻഡ് ക്യാൻ ട്രാൻസ്ഫോം ദ വേൾഡ് അറൗണ്ട് us. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ആദ്യ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് ഈ ലോകത്തെ പെട്ടെന്ന് ഭയങ്കര ഇറ്റ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ, പെട്ടെന്നാണ് എല്ലായിടത്തേക്കും സ്പ്രെഡായി പോയത്. അത് എങ്ങനെയാണ് സ്പ്രെഡായെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം അവിടെ ബൈബിളുകളുണ്ടായില്ല, അല്ലെങ്കിൽ പള്ളികളുണ്ടായിരുന്നില്ല. ആകെ ഈശോയ്ക്ക് വളരെ കുറച്ച് ശിഷ്യന്മാരേ ഉണ്ടായുള്ളൂ. പക്ഷേ വാട്ട് മെയ്ഡ് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് സോ ഫാസ്റ്റ് റീസൺ പറയുന്നത് ബിക്കോസ് ദേ ലിവ്ഡ് ലൈഫ് ഡിഫറെൻ്റ്ലി, ദേ വർക്ക്ഡ് ഡിഫറെൻ്റ്ലി ആൻഡ് ദേ ലവ്ഡ് ഡിഫറെൻ്റ്ലി ദാൻ ദ പീപ്പിൾ അറൗണ്ട് ദം. അന്ന് നമുക്കറിയാം റോമൻ കൾച്ചറാണ്, വളരെ പേഗനിസവും വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൾച്ചറാണ്. അപ്പം അന്നേരമാണ് ക്രിസ്ത്യാനിറ്റി അവിടെ ഇവോൾവ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഞ്ച്വറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാം വളരെ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഒരു എലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ മാത്രമേ അവിടെ ഫേവർ ചെയ്യുന്നുള്ളൂ. ബാക്കി അടിയിലുള്ള എല്ലാവരും ആ ജസ്റ്റ് ഒബ്ജക്ട്സ് ടു ബി യൂസ്ഡ്, അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള വെറും ഉപകരണങ്ങളാണ്. ആ ഒരു സമയത്താണ് ക്രിസ്ത്യാനിറ്റി വരുന്നത്. അവർ വളരെ ചേഞ്ചിങ്, വളരെ കോൺട്രാസ്റ്റിംഗ്, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിട്ടാണ് ക്രിസ്ത്യാനിറ്റി ആ സമയത്ത് വരുന്നത്. വേർ ദേ ആർ വെരി കൈൻഡ്, ദേ ആർ വെരി ഇൻവൈറ്റിംഗ്, ദേ ആർ വെരി ഓപ്പൺ ടു ഓൾ ദ പീപ്പിൾ അറൗണ്ട് ദം. അവിടെ ഒരു ഹയർക്കിയൽ സിസ്റ്റം ഉണ്ട്. അതായത് ഉയർന്ന ആൾക്കാർക്കാണ് കൂടുതൽ റെസ്പെക്റ്റ്, അടിയിൽ വരുന്ന ആൾക്കാർക്ക് ഒന്നുമില്ല. പക്ഷേ വെൻ കംസ് ടു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് അവിടെ ഏറ്റവും സമ്പന്നനായ ആൾക്കും ഏറ്റവും അടിമയായ ആൾക്കും വരും എല്ലാം തുല്യ സ്ഥാനങ്ങളാണ്. ആൻഡ് ഓൾസോ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ അവരുടെ ഒരു ബ്രെഡ് വിന്നർ, ഒരു അപ്പൻ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഏൺ ചെയ്യുന്ന ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും മക്കളും എല്ലാം ദേ ഹാവ് ടു സെൽ ദെംസെൽസ് ആസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. വേറെ വഴികളൊന്നുമില്ല അവരുടെ കുടുംബം മുന്നോട്ട് നയിക്കാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് എല്ലാവരും അവരൊന്നിച്ചു വന്നു. ഒരാവശ്യമുണ്ടായാലും അവർ രോഗികളെ ശുശ്രൂഷിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ സാമ്പത്തികമായി സഹായിക്കുന്നു. അങ്ങനെ വളരെ ഒരു ബ്രൂട്ടൽ അല്ലെങ്കിൽ ഹാഷായിട്ടിരുന്ന കമ്മ്യൂണിറ്റിയിൽ വളരെ ഡിഫറെൻറ്റും വളരെ ചാലഞ്ചിങ്ങും വളരെ എന്താ പറയുക കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്ത് ക്രിസ്ത്യൻസിനെ കണ്ടിട്ടാണ്, അങ്ങനെയാണ് ഒരുപാട് ക്രിസ്ത്യൻസ് ദേ സ്റ്റാർട്ടഡ് ആക്ച്വലി കമ്മിങ് ഇൻ ടു ദിസ് റിലീജിയൻ. അപ്പോൾ അങ്ങനെയാണ് ഇറ്റ് സ്ലോലി ബട്ട് സ്റ്റെഡിലി ഇറ്റ് സ്പ്രെഡഡ്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദീസ് ഹോളി മൊമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം അസ് വൺ മൊമെൻറ്റ് അറ്റ് എ ടൈം. അവിടെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചാലഞ്ച്. ആർ വി ലീഡിങ് എ ലൈഫ് ദാറ്റ് ഈസ് കോൺട്രാസ്റ്റിംഗ് ടു ദിസ് മോഡേൺ കൾച്ചർ? ആർ വി ലീഡിങ് എ ലൈഫ് ദാറ്റ് ഈസ് ചാലഞ്ചിങ് ടു ദിസ് മോഡേൺ കൾച്ചർ? ഓർ ആർ വി ജസ്റ്റ് ബ്ലെൻഡിങ് ഇൻ? നമ്മളും ആ ഒരു ഭൂരിപക്ഷത്തിലെ ഒരാളായിട്ടാണ് പോകുന്നത്. നമുക്കൊരു ഒഴുക്കിൽപ്പെട്ട ഒരു ചത്ത മീനിനെ പോലെ നമ്മൾ ഒഴുകിപ്പോവാണോ, അതോ ഒഴുക്കിനെതിരെ നമ്മൾ ശക്തമായി നീന്തുന്ന ഒരു ജീവനുള്ള മീനാണോ? അതാണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ റീസൺ വൈ ഇപ്പോഴും നമ്മൾ ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും പണ്ടത്തെ ഉണ്ടായിരുന്ന ഒരു തീഷ്ണതയൊന്നും ഇപ്പോഴത്തെ ക്രിസ്ത്യാനിറ്റീനെ കണ്ടാൽ നമുക്ക് തോന്നാറില്ല. ബിക്കോസ് ദിസ് ഫയർ, ബിക്കോസ് വി ആർ ഓൾ ബ്ലെൻഡിങ് ഇൻ, നമ്മൾ പറയുന്നുണ്ട് ഭൂരിപക്ഷത്തോട് ചേർന്ന് നമ്മൾ പാപം ചെയ്യുകയാണ്. അങ്ങനെ നമ്മളിപ്പോഴും ഹൈലി ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമാണ്. ആർ വി ലീഡിങ് എ കോൺട്രാസ്റ്റിംഗ് ലൈഫ്? ആർ വി ലീഡിങ് എ ചാലഞ്ചിങ് ലൈഫ്? കാരണം ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസും ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾസും രണ്ടാണ്. നമ്മൾ ലോകത്തെ പ്രസാദിപ്പിച്ച് അല്ലെങ്കിൽ ലോകത്തെ പ്രീതിപ്പെടുത്തി ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. രണ്ടുപേരും നമുക്കറിയാം രണ്ട് വഞ്ചിയിലുള്ള പോലെയാണ്. സോ നമ്മൾ ഇഫ് വി സ്റ്റിൽ ആർ ബ്ലെൻഡിങ് ഇൻ, ഇഫ് വി ആർ സ്റ്റിൽ വൺ അമംഗ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്, then it is high time that we have to make a shift. We have to take a move. നമ്മൾ ശരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയും ജോഷുവമാരും മോശമാരും ജോസഫുമാരും സൂസന്നമാരും അങ്ങനെ ഒരുപാട് ശക്തന്മാരായ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും നമുക്കൊരു പേടിയാണ്. നമുക്ക് ആ ജീവിതം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോഴും ഒരു ഭയമാണ്. എൻ്റെ ഇഷ്ടങ്ങൾ പോവോ, എൻ്റെ സ്വപ്നങ്ങൾ പോവോ, എൻ്റെ ആഗ്രഹങ്ങൾ പോവോ? അങ്ങനെ ഒരുപാട് ഫിയേഴ്സ് നമ്മളിപ്പോഴും നമ്മളെ എടുത്തു മാറ്റുന്നുണ്ട്. 1950 നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു ആൽബേനിയൻ സ്കൂൾ ടീച്ചറാണ്. പുള്ളി
ക്ലാസ് മുറിയിൽ ഒരു സൈലൻസിൽ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചിങ്ങനെ, ലോർഡ്, ദ വേൾഡ് സീംസ് ടു ബി ഇൻ എ ബിറ്റ് ഓഫ് എ മെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ്? നമുക്കറിയാം നമ്മളുടെയും ലോകം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഇൻ എ ബിറ്റ് ഓഫ് എ മെസ്, ഇറ്റ് ഇസ് ഇൻ എ ബിഗ് മെസ്. സോ ആ പുള്ളി പ്രാർത്ഥിച്ച പോലെ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് എന്ന് ചോദിക്കാനുള്ളൊരു സന്മനസ് നമുക്കുണ്ടോ, ഒരു ഓപ്പൺനെസ് നമുക്കുണ്ടോ? ആൻഡ് ദാറ്റ് പേഴ്സൺ ഹൂസ് ലേറ്റർ നോൺ ആസ് ആഗ്നസ്, ഹു കെയിം ടു ഇന്ത്യ ആൻഡ് നൗ ഷീ ഹു കെയിം ടു ബി നോൺ ആസ് മദർ തെരേസ. നമുക്കറിയാം ആ ഒരു പുള്ളിയുടെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്, ദൈവത്തിൻ്റെ ആ വിളിയിലേക്ക് റെസ്പോണ്ട് ചെയ്തപ്പോഴേക്കും ഹൗ ഷീ ഹാസ് അട്രാക്റ്റഡ്, ഇൻസ്പയർഡ് ആൻഡ് അഡ്മയർഡ് മില്യൻസ് അറൗണ്ട് ദ വേൾഡ്. വളരെ ലോകത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻസ്പയർ ചെയ്ത വൺ ഓഫ് ദി പേഴ്സണാലിറ്റീസാണ്. ആ ഒരാളുടെ ഒരു ഹോളി മൊമെൻറ്റ്, ഒരു ഹോളി ഡെസിഷൻ. ഹോളി മൊമെൻറ്റ്സ് ആർ കണ്ടേജിയസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഇൻസ്പയർ. എത്ര പേരാണ് ഫോളോവേഴ്സ് വന്ന് മദർ തെരേസയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അതാണ് നമ്മൾ വിചാരിക്കും, ഞാനൊരാൾ നന്നായിട്ട്, ഞാനൊരാൾ ഹോളി മൊമെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്നെ ഉണ്ടാകാനാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, ഞാനൊരാൾ നന്നായിട്ട്. ബട്ട് വാട്ട് ഇഫ് ഓൾ ദീസ് ഗ്രേറ്റ് പീപ്പിൾ ഹാഡ് ദാറ്റ് എക്സ്ക്യൂസസ്? മദർ തെരേസ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയുന്നില്ല, എബ്രഹാം ലിങ്കൺ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ്, നമ്മൾ ഹൂ ടേക്കിംഗ് ഓൾ ദ ജയൻറ്റ് സെയിൻസ് വി ഹാവ്, അവരെല്ലാവരും ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിരുന്നെങ്കിൽ, ഞാനൊരാൾ നന്നായിട്ട് ഇപ്പോൾ ഒരാൾ ഹോളിയായിട്ട് ജീവിച്ചിട്ട് ഇപ്പോൾ എന്നാ ഉണ്ടാകാനെന്ന്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഈച്ച് പീപ്പിൾ, നമ്മളൊന്നും ഫേമസ് ആവാനോ അങ്ങനെ ആവാൻ വേണ്ടിയൊന്നുമല്ല ഹോളി ആവുന്നത്. ബട്ട് നമ്മുടെ ഓരോ ഹോളി മൊമെൻറ്റ്സ് കണ്ടിട്ട് ഇറ്റ് ഇസ് കണ്ടേജിയസ്. It changes the people around us. It changes the world around us. So slowly, one person at a time, we can transform the world. ഒരു ഫേമസ് കഥയുണ്ട്. ഒരിക്കൽ ഒരു ഫേമസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ്. സോ ഹി ഹാസ് ബീൻ സക്സസ്ഫുള്ളി, ഹി വാസ് റണ്ണിങ് ബിസിനസ്. ഒരുപാട് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തു, മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിനോളം സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ബിസിനസ് പതുക്കെ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി, പതുക്കെ പൊളിയാൻ തുടങ്ങി. അപ്പോൾ പുള്ളിയുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു, പുള്ളി ഒന്ന് താഴ്ത്ത് വീഴാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ഒരിക്കലും വിചാരിച്ചു, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ബിസിനസ് ശരിയാക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ദിവസം തീരുമാനിച്ചു, ഞാൻ എൻ്റെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിനും ഞാനൊരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യാം. അവിടെ വെച്ച് ഐ വിൽ സേ എ ന്യൂ പ്ലാൻ ദാറ്റ് ക്യാൻ റീസ്റ്റോർ നമ്മുടെ കമ്പനി ഒരു ഫോമർ ഗ്ലോറിയിലേക്ക് റീസ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലാൻ പറയാൻ പുള്ളി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം മോർണിംഗ് പുള്ളി ഇങ്ങനെ സ്പീച്ചിന് വേണ്ടി, നമുക്കറിയാം അത്രയും പേര്, ഓരോ തൊഴിലാളിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനൈസേഷനിൽ പറഞ്ഞ പുള്ളി അങ്ങനെ ഒരു സ്പീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് പുള്ളിയുടെ ഭാര്യ കയറി വന്നിട്ട് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങോട്ടോ പോകാനുണ്ട്, അപ്പോൾ മകനെ ഒന്ന് കുറച്ച് നേരം നോക്കണം എന്ന് പറയും. അപ്പോൾ പുള്ളി മനസ്സോടെ സമ്മതിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് മോനെ കയറി നോക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പുള്ളി സമ്മതിച്ചു, ഭാര്യ പോയി. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞില്ല, പുള്ളി സ്പീച്ച് ഒന്ന് ഇരുന്നപ്പോൾ തന്നെ മകൻ കയറി വന്ന് പറഞ്ഞു, അപ്പാ ബോറടിക്കുന്നു, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഇതുണ്ടാക്കാനും ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്തണമെന്ന് വിചാരിച്ചു. അപ്പോൾ പലതും ട്രൈ ചെയ്തു, നടക്കുന്നില്ല. അവസാനം ഒരു മാഗസിൻ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തൊരു വലിയ വേൾഡ് മാപ്പിൻ്റെ ഒരു ഇമേജ് കണ്ടു. അപ്പോൾ ആ പേജ് കീറി കഷ്ണങ്ങളാക്കി, നമുക്കറിയാം പസിൽസ് അതെല്ലാം പുള്ളി കഷ്ണങ്ങളാക്കിയിട്ട്, യു ഫിക്സ് ദിസ്, വേഗം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു $20 എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ഒരു കുഞ്ഞു കൊച്ചിനോട് നമുക്ക് മാപ്പ് ശരിയാക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല എന്നറിയാം. അപ്പോൾ അപ്പം വിചാരിച്ചു എന്തായാലും സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചധികം സമയം കിട്ടും, ഇനി അവൻ ശല്യപ്പെടുത്താൻ വരത്തില്ല എന്ന് വിചാരിച്ച് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ സ്പീച്ച് എഴുതാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വെറും 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മകൻ ഓടി വന്നു, അപ്പം സാധനം റെഡി എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ വളരെ ഞെട്ടിലോടെ ഇവനെങ്ങനെ ഒരു വേൾഡ് മാപ്പ് ശരിയാക്കാന്ന് പറയും. അപ്പോൾ നിനക്കൊരു വേൾഡ് മാപ്പ് എങ്ങനെ ഇരിക്കണേന്ന് അറിയുമോ എന്ന് ചോദിച്ചു അപ്പൻ. അപ്പോൾ പറഞ്ഞു, ഇല്ല, വേൾഡ് മാപ്പ് എങ്ങനെ ഇരിക്കണേന്ന് എനിക്കറിയില്ല, പക്ഷേ ആ വേൾഡ് മാപ്പിൻ്റെ പിന്നിൽ ഒരാളുടെ പടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ ആളെങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. സോ ആളിനെ ഞാൻ കറക്റ്റായിട്ട് വെച്ചു, ഒരു പേപ്പർ വെച്ച് മലത്തി. അപ്പോഴേക്കും വേൾഡ് മാപ്പും കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അപ്പം ചിരിച്ചുകൊണ്ട് $20 കൊടുത്തുകൊണ്ടും പറഞ്ഞു, യെസ്, യു ഹാവ് ഗിവൺ മീ ദ സ്പീച്ച് ഫോർ ടു നൈറ്റ്. ഇഫ് യു ഗെറ്റ് ദ മാൻ റൈറ്റ്, യു ഗെറ്റ് ദ വേൾഡ് റൈറ്റ്. അപ്പോൾ നെവർ സേ വൺ എക്സ്ക്യൂസ് ദാറ്റ് ഞാനൊരാൾ ശരിയായിട്ട്, ഞാനൊരാൾ ഹോളിയായിട്ട് ചെയ്തിട്ട് എന്തിവിടെ ഉണ്ടാവാനാണ്. ബട്ട് ഈച്ച് വൺ ഓഫ് us who's leading a holy moment, one moment at a time, we can transform the world together. But why this is not happening?
നമ്മളെല്ലാവരും ആരോടും പറയാതെ നമ്മൾ തന്നെ സീക്രട്ടായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മാറാൻ താല്പര്യമില്ല. വി ആർ ടു കംഫർട്ടബിൾ വിത്ത് ആ മീഡിയോക്കർ ലൈഫ് ദാറ്റ് വി ഡോണ്ട് വോണ്ട് ടു കം ഔട്ട് ഓഫ് ആ കംഫർട്ട് സോൺ. നമുക്ക് അത്യാവശ്യം ഒരു നല്ല ഡിഗ്രി, ഒരു നല്ല ജോലി, നല്ല കുടുംബം, അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഫേമസ് റീലുണ്ട്, രാവിലെ അപ്പം മുട്ടക്കറി, ഉച്ചയ്ക്ക് ഉപ്പേരി അപ്പേരി, രാത്രി പൊറോട്ട ബീഫ്, ഞായറാഴ്ച ബിരിയാണെങ്കിൽ മച്ചാനെ അത് പോരളിയ എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങാണ് ഇപ്പോഴത്തെ ഒരു യൂത്തിൻ്റെ ഒരു ഇത് പോവുകയാണെങ്കിൽ. സോ നമ്മൾ വളരെ ഇങ്ങനത്തെ ഒരു ആവറേജ് ലൈഫിലേക്ക് വളരെ യൂസ്ഡ് ആയതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു എക്സ്ട്രോഡിനറി ലൈഫിലേക്ക് പോകാൻ ഉള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ശരിക്കും മാറിപ്പോയി എന്നുള്ളതാണ്. ബട്ട് വി ക്രിസ്ത്യൻസ് ആർ കോൾഡ് ടു ലീഡ് ആൻ എക്സ്ട്രോഡിനറി ലൈഫ്. പക്ഷേ എന്തുകൊണ്ട് ആ എക്സ്ട്രോഡിനറി ലൈഫ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ പിന്നിലാണ് ഇറ്റ് കംസ് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ താല്പര്യങ്ങളോ നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ പദ്ധതികളോ ഒന്നും മാറ്റിവെക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാൻ നമുക്കിപ്പോഴും താല്പര്യമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇപ്പോഴും പേടിയാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് ഹോളിനെസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സും ഒരുപാട് തിയറീസും ഇറ്റ് ഈസ് പോസിബിൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യെസ് എന്നൊക്കെ തന്നെ ഞങ്ങൾക്കും സർവേ ഒക്കെ നടത്തിയപ്പോൾ റിസൾട്ട് വന്നത്. പക്ഷേ ഇഫ് യു ആസ്ക് ആർ യു ലീഡിങ് എ ലൈഫ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും എല്ലാവരും പലവരും അതിലാണ് ഫെയിൽ ചെയ്തു പോകുന്നത്. കാരണം വെൻ ഇറ്റ് കംസ് ടു സബ്മിറ്റിംഗ് യുവർ ലൈഫ് ടു ഗോഡ്, ദൈവത്തിന് നിൻ്റെ ജീവിതം സമർപ്പിക്കാൻ നീ തയ്യാറാണോ? നിൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റി ദൈവത്തിന് ഇഷ്ടം സമർപ്പിക്കാൻ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് വെയർ മെനി പീപ്പിൾ ഫെയിൽ ഇൻ ദെയർ ലൈഫ്. കാരണം നമുക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ്. നമുക്ക് ആദവും അവ്വയൊക്കെ ആദ്യം സാത്താൻ പറഞ്ഞൊരു നുണയാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ശരിക്കും നല്ലവനാണോ? ദൈവം അസൂയക്കാരനാണോ? ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാവോ? അങ്ങനെ ഒരുപാട് ഡൗട്ട്. നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോഴും പിടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ദർ ഇസ് സംതിങ് ദാറ്റ് വി ആർ സ്റ്റിൽ ഹോൾഡിങ് ബാക്ക് ദാറ്റ് ഇസ് നോട്ട് allowing us to give that to God. ഇങ്ങനെ പിടിച്ചു മാറ്റുന്ന ഒരു ഇതാണ് നമ്മളെ ഈ എക്സ്ട്രോഡിനറി ലൈഫിലേക്ക് നമ്മളെ നയിക്കാത്തതിൻ്റെ, ഈ എക്സ്ട്രോഡിനറി ലൈഫ് ദൈവം വിളിച്ച ഫുൾനെസ് ഓഫ് ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ ഈ സമർപ്പണത്തിൽ വരുന്ന വീഴ്ചകൾ കാരണമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു സമർപ്പണം വന്നൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്യാവശ്യം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചാണ്, നന്നായിട്ട് അക്കാഡമിക്കലി വളരെ നല്ലതായിരുന്നു. അപ്പോൾ 9-10 ആകുമ്പോഴാണ് നമ്മൾ ഏത് സ്ട്രീം എടുക്കണം, ഏത് കരിയറിലേക്ക് തിരിയണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് നാച്ചുറലി വന്ന ഒരു ആഗ്രഹമായിരുന്നു, എനിക്ക് MBA എടുത്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി പഠിച്ച് നല്ലൊരു MNC കയറി നല്ലൊരു ലീഡർഷിപ്പ് റോൾ, ഒരു CEO അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് റോള്, അങ്ങനെയൊക്കെ പോകണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ച്, അതിനുവേണ്ടി പ്ലാൻ ഇട്ടു, അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജികൾ ഇട്ടു. 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചു. അങ്ങനെ 11th 12th കൊമേഴ്സ് എടുത്തു. അങ്ങനെ 12th കൊമേഴ്സ് നന്നായിട്ട് പഠിച്ചു, മാർക്ക് വാങ്ങി. അങ്ങനെ കേരളത്തിൽ തന്നെ ഒരു നല്ലൊരു കോളേജിൽ SH തന്നെ BCom പഠിക്കാൻ കയറി. അങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് അത് കിട്ടണം എന്ന് വിചാരിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ BCom കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഞങ്ങളുടെ കോളേജിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആഡ് ഓൺ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ MBAയുടെ കാറ്റ് കോച്ചിങ്ങിൻ്റെ ഒരു എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് BCom കൂടെ തന്നെ നമുക്കത് പഠിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കൊള്ളാം, അപ്പോൾ ഇച്ചിരിയും കൂടെ ഈസിയായി. അപ്പോൾ അതിൻ്റെ കൂടെ കാറ്റ് കോച്ചിങ്ങിന് പോകുന്നു. അപ്പം അന്നേരം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈമർഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമേ മനസ്സിലൂടെ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ MBA പഠിക്കുന്നു, 3 വർഷം BCom കഴിയുമ്പോഴേക്കും കാറ്റ് എഴുതുന്നു, അങ്ങനെ കയറി പോകുന്നു. അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ 2nd ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ എൻ്റെ ചേച്ചിയുടെ ഒക്കെ ബാച്ചിൻ്റെ ഒരു ഫുൾ ടൈമർഷിപ്പിൻ്റെ അവരുടെ ഒരു ഫെയർവെൽ നടക്കായിരുന്നു. അപ്പോൾ അതെല്ലാം ഹോസ്റ്റ് ചെയ്തതും അതിൻ്റെ പിന്നിലെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ഞാനാണ്. അപ്പോൾ അന്നേരം അവിടെ വെച്ച് അവർ ഓരോരുത്തരും അവരുടെ ഫുൾ ടൈമർഷിപ്പിൻ്റെ ജേർണിയും അതിൻ്റെ ഓരോ എക്സ്പീരിയൻസസും അവരിലൂടെ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും എത്രത്തോളം അവർ ഈശോയിൽ വളർന്നു, അവരുടെ ഓരോ കഥകൾ കേട്ടപ്പോൾ അത് ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്തു. ശരിക്കും വൈ നോട്ട് ഐ ടേക്ക് ഫുൾ ടൈമർഷിപ്പ് എന്നുള്ളൊരു കാര്യം. ആദ്യമൊക്കെ ഞാൻ വെറുതെ 1 വർഷം വേസ്റ്റാണ്, അതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു 2nd ഇയറിൽ ആ ഒരു ഈവൻ്റൊക്കെ പങ്കെടുത്തോളം അവരുടെ കഥകളും അവരുടെ ജീവിതങ്ങളും ഒക്കെ മാറുന്ന കേട്ടപ്പോഴേക്കും ഐ ഡിസൈഡഡ് യെസ് ഐ വിൽ ഓൾസോ ടേക്ക് ദിസ് ഫുൾ ടൈമർഷിപ്പ്. അപ്പോഴും ഞാൻ ബാക്കി മറ്റു സ്വപ്നങ്ങളൊന്നും മാറ്റിവെച്ചിട്ടൊന്നുമില്ല. അവർ നേരത്തെ ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരൊരു 1 ഇയർ ഒരു
ഫ്രീ റിപ്പറ്റീഷൻ കോഴ്സും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ, ഫുൾ ടൈം വർഷിപ്പിൻ്റെ സമയത്തായാലും ഞാൻ ആ റിപ്പറ്റീഷൻ കോഴ്സ് ചെയ്യുന്നു, കാറ്റ് എഴുതുന്നു, MBAക്ക് കയറുന്നു. അങ്ങനത്തെ ഒരു പ്ലാനിൽ തന്നെയാണ്. ഫുൾ ടൈം വർഷിപ്പിലൊന്നും പോകുന്നില്ല. പക്ഷേ ഫുൾ ടൈം വർഷിപ്പിൽ കയറിയ സമയത്താണ് ശരിക്കും വളരെ ഒരു വിശദീകരണം എന്നൊക്കെ എല്ലാവരും പറയുന്നത് ഒരുപാട് ചേഞ്ചസ് എന്നിൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കാൻ തുടങ്ങി. ശരിക്കും എൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽസ് എല്ലാം തന്നെ വളരെയധികം ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ എലാസ്റ്റിസിറ്റി ചെക്ക് ചെയ്യുന്ന പോലെ വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്നത് എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്നിലൂടെ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഫുൾ ടൈം വർഷിപ്പിൽ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ക്ലാസ്സുകളുണ്ട്, കോഗ്നിറ്റീവ് ക്ലാസ് ഉണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട്. അതെങ്കിൽ ക്യാമ്പസ് പ്രയർ ഗ്രൂപ്പ്സിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പ്രയർ ഗ്രൂപ്പ് കഴിഞ്ഞ് ഓടിപ്പോയി കാറ്റിൻ്റെ കോച്ചിങ്ങിന് ഓടിപ്പോയി വിടുമായിരുന്നു. അത് കഴിഞ്ഞ് വോക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു, പിയാനോയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ നവംബറിൻ്റെയൊക്കെ ഒരു സമയം എന്ന് വന്നപ്പോഴേക്കും എല്ലാത്തിൻ്റെയും ഒരു പരീക്ഷയുടെ സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്നെക്കൊണ്ട് പറ്റുമോ ഇത്രയും ഒരുപാട് ഒരു ഓവർ ബേർഡൻ അല്ലെങ്കിൽ ഒരു ഓവർ പ്രഷറൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തൊരു ടൈമായിരുന്നു. ശരിക്കും അന്നേരമാണ് ശരിക്കും ദൈവത്തിൻ്റെ മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്നുള്ളൊരു വചനത്തിൻ്റെയൊക്കെ യഥാർത്ഥമായ ഒരു അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച ആ സമയമായിരുന്നു. കാരണം എല്ലാത്തിൻ്റെയും വന്നപ്പോഴേക്കും എല്ലാത്തിൻ്റെയും പരീക്ഷ ഏതാണ്ട് ഒരേ സമയത്ത് നവംബറും ഡിസംബർ ആ സമയത്താണ് കാറ്റിൻ്റെ പരീക്ഷകളും ബാക്കി മാനേജ്മെൻറ്റ് എക്സാമുകൾ വരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പിയാനോയുടെ 8th ഗ്രേഡിൻ്റെ എക്സാം വരുന്നു, വോക്കലിൻ്റെ എക്സാം വരുന്നു. എല്ലാം അടുത്തടുത്ത് വന്നപ്പോഴേക്കും ഒരു ചില പോയിന്റിലെത്തുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് ഞാൻ പപ്പയെടുത്ത് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഐ എം ഏബിൾ ടു ഡു ഇറ്റ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് നോക്കുമ്പോഴേക്കും പപ്പ പറഞ്ഞ ഒരു മോട്ടിവേറ്റിംഗ് ഒരു ലൈനുണ്ട്, വെൻ ദ ഗോയിങ് ഗെറ്റ്സ് ടഫ് ദ ടഫ് ഗെറ്റ്സ് ഗോയിങ്. അത് വളരെയധികം എന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ചെയ്ത ഒരു സംഭവമാണ്. ഇറ്റ് വാസ് ആക്ച്വലി എക്യൂപ്പിംഗ് മീ ടു എ മോർ ഹയർ ലെവൽ. സോ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ശരിക്കും ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഒന്നും നിന്നും ലിമിറ്റ് ചെയ്യുന്നില്ല എന്നൊരു കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാവരും പറയും ചേച്ചി ഒരു കുഞ്ഞ് എക്സാം വരുമ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ അടിയിലുള്ള ടീൻസിലൊക്കെ എല്ലാവരും വളരെ പേടിയും വളരെ ടെൻഷനൊക്കെയാണ്. പക്ഷേ ഓൾ ഐ വിൽ സേ ദാറ്റ് നെവർ ലിമിറ്റ് the grace of God, because it can reach you to extraordinary places, it can reach you to extraordinary levels. So ഒരിക്കലും നമ്മളിൽ ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുള്ള ആ പൊട്ടൻഷ്യലിന് നമ്മൾ ഒരിക്കലും ലിമിറ്റ് വയ്ക്കാൻ പാടില്ല. ജസ്റ്റ് allow him to take complete control of our lives. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടൊക്കെ വളരെ ഉന്നതമായ ഒരു തലത്തിലേക്ക് അതിനെ നമുക്ക് ഉയർത്താൻ സാധിക്കും. സോ ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് കഷ്ടതകളോടെങ്കിലും പോയെങ്കിലും ബട്ട് ആക്ച്വലി God was preparing me to face the world's challenges. So അങ്ങനെ ഞാൻ കാറ്റിൻ്റെ പരീക്ഷകളൊക്കെ എഴുതി. അപ്പോൾ അപ്പോഴും ഞാനൊരു കാര്യം പ്രാർത്ഥനയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് MBAക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണം. നല്ലൊരു എപ്പോഴും നമുക്കറിയാം ഒരു നല്ല സ്റ്റുഡൻറ്റിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിച്ച് എങ്ങനെയെങ്കിലും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക. അതാണ് എല്ലാ അത്യാവശ്യം പഠിക്കുന്ന ഏത് പിള്ളേരുടെ അടുത്ത് ചോദിച്ചാലും അവരുടെ മോട്ടിവേഷൻ. അപ്പോൾ എൻ്റെ ഒരു മോട്ടിവേഷൻ ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു, നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടും, അങ്ങനെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് MBAക്ക് വേണം, ചുമ്മാ ഒരു കോളേജിൽ പോയാൽ പോരാ, എനിക്ക് നല്ലൊരു എന്താ പറയുക റിനൗണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി MBA ചെയ്യണം എന്നാണ് ആഗ്രഹം. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ എ ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതി, കാറ്റിൻ്റെ ഒക്കെ എഴുതി. പക്ഷേ ഒന്നിൻ്റെയും റിസൾട്ട് വന്നപ്പോഴേക്കും അങ്ങനെ ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ വരുന്ന മാത്രം ഒരു റിസൾട്ടല്ല വന്നത്. അപ്പോൾ അതായത് അത്യാവശ്യം മേളിലും അല്ല എന്നാൽ താഴെയല്ല, ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ഇതിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നമുക്ക് എങ്ങനെയെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റ് ബാക്കിയുള്ള ടെസ്റ്റുകളും മാനേജ്മെൻറ്റ് ടെസ്റ്റുകളും എല്ലാം എഴുതി തുടങ്ങി. അപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് വന്നപ്പോഴും എല്ലാം അങ്ങനെ തന്നെ, നോട്ട് ടു ഗുഡ് എന്നാൽ നോട്ട് ടു ബാഡ് ഒരു ഇതിലേക്ക്. അപ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ച് തുടങ്ങി ദൈവമേ, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3rd ഇയറിൽ ചുമ്മാ ഒരു ട്രയൽ എഴുതി നോക്കിയായിരുന്നു, ഒന്നും പഠിക്കാതെ ചുമ്മാ കാറ്റ് എഴുതി പോയപ്പോഴേക്കും ചുമ്മാ കറക്കി കുത്തിയപ്പോഴേക്കും 75% 80% കിട്ടി. ഇത് പ്രാവശ്യം ഞാൻ കുറേ ഒരു ട്രെയിനിങ്ങിനൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴും ഒരു 50-55% ആയിരുന്നു എൻ്റെ മാർക്ക്. അപ്പോൾ ഞാൻ ശരിക്കും ആലോചിക്കുന്നുണ്ട് ദൈവം ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ. ഞാൻ നേരത്തെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു, ദൈവം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു കോളേജിൽ പോകണം, അങ്ങനെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. ശരിക്കും ഇതിന് ചിലപ്പോൾ ഇനി എൻ്റെ ആഗ്രഹം മാത്രമാണോ. അപ്പോൾ അന്നേരം ഫുൾ ടൈം വർഷിപ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പ്രാർത്ഥനയിലൊക്കെ ചിലവഴിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകും. അപ്പോൾ ആരാധനയ്ക്ക് പോകുമ്പോഴെല്ലാം ഒരു 2-3 മാസം ഞാൻ ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ മൈ ലൈഫ്? ഇസ് ദിസ് ഓൺലി മൈ വിൽ? MBA എന്ന് പറയുന്ന കാര്യം എൻ്റെ മാത്രം ഒരു ആഗ്രഹമാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കത് ഫുൾഫിൽ ചെയ്യുന്നതോട് താല്പര്യമില്ലാന്ന്. അപ്പോൾ ഇങ്ങനെ 2 മാസത്തോളം ഞാനിത് എൻ്റെ പ്രാർത്ഥനാ വിഷയമോളാക്കി. അങ്ങനെ 2-3 മാസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചെടുത്ത് ഓരോ
വചനങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോഴും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വചനങ്ങളായിരുന്നു. എഫേഷ്യൻ 4:1 നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പിന്നെ റോമ 8:9 സൃഷ്ടി പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തിന് വേണ്ടി ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വചനങ്ങൾ കിട്ടാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് പതുക്കെ മനസ്സിലായി, യെസ്, മേ ബി ഗോഡ് ഇസ് കോളിംഗ് മീ ഇൻ ടു സംതിങ് ഡിഫറെൻറ്റ് വിച്ച് ഇസ് സംതിങ് ബിയോണ്ട് വാട്ട് ഐ ഇമാജിൻ. അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ ആലോചിച്ച് തുടങ്ങി, മേ ബി ഇച്ചിരി ഒരു മിനിസ്ട്രി റിലേറ്റഡ് കാര്യങ്ങളിലേക്കായിരിക്കും ദൈവം എന്നെ വിളിക്കുന്നതെന്ന് എനിക്ക് പ്രാർത്ഥനയിലൂടെ എനിക്കത്. അപ്പോൾ ഞാൻ എൻ്റെ എൽഡറിനെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൽഡർ പറഞ്ഞപ്പോഴേക്കും അത് ശരിയാണ്, ദൈവം അതിലേക്കാണ് നിന്നെ നയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ടോൾഡ് മൈ പേരൻസ് ഓൾസോ. അപ്പോൾ ദേ വർ ഓൾസോ ഡബിൾ ഹാപ്പി, കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല തന്നെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഐ സെഡ്, ഞാൻ അങ്ങനെ കുറേ റിസർച്ച് തപ്പി അതിന് പറ്റിയ ഒരു കോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോഴേക്കും കണ്ടുപിടിച്ചാണ് മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്ന് പറഞ്ഞൊരു കോഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോഴേക്കും ഇവിടെ അങ്ങനെ ഒരു കോഴ്സ് കോമൺ അല്ല, ആരും അങ്ങനെ എടുത്തിട്ടുമില്ല. ഇവിടുത്തെ ആകെ ഏതോ കുറച്ച് സെമിനാരികളിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് തപ്പിയപ്പോഴേക്കാണ് അറിഞ്ഞത് അമേരിക്കയിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസിലുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള. അവിടെ ഇറ്റ്സ് ഇസ് ക്വൈറ്റ് കോമൺ. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പതുക്കെ ഓക്കെ ദെൻ വൈ നോട്ട് ഐ ഗോ ആൻഡ് സ്റ്റഡി ദെയർ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. അത് പിന്നെ അതിൻ്റെ പിന്നിലുള്ള പ്രിപ്പറേഷൻ അതിന് വേണ്ടി GREയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു, IELTSൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലായിരുന്നു പ്രവർത്തനം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ മീ ടു ലെറ്റ് ഗോ ഓഫ് മൈ ഡ്രീം. അത് വളരെ ഒരു ഈസി പ്രൊസീജിയറായിരുന്നു, പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ആദ്യമേ ഇറ്റ് വാസ് ട്രബിൾ. നമ്മുടെ ഇത്ര നേരം ആഗ്രഹിച്ച ഒരു സ്വപ്നമായിരുന്നു. അതെല്ലാം പതുക്കെ, പക്ഷേ ഞാൻ ആസ് ആൻഡ് മോർ അത്രയും ഇതിനോട് ഇൻവോൾവ് ആയപ്പോഴേക്കും ശരിക്കും ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പതുക്കെ അതിനോടുള്ളൊരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും. ഞാൻ ആക്ച്വലി ഫുൾ ടൈമർഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും തന്നെ ഞാൻ 3rd ഇയർ റിക്രൂട്ട്മെൻറ്റോ അങ്ങനത്തെ ഒരു പരിപാടികൾക്കൊന്നും ഇരുന്നില്ല. അപ്പോൾ ഏതോ ഒരു പ്രാവശ്യം ഒരു ഫേമസ് കമ്പനി വന്നപ്പോഴേക്കും ക്ലാസ്സിലെല്ലാവരും കൂടെ ഓടിപ്പോയി. അപ്പോൾ ഞാൻ മാത്രം എന്തായാലും ഫുൾ ടൈമർഷിപ്പിന് പോവുകയാണ്, അതുകൊണ്ട് ജോലി നോക്കുന്നില്ല എന്നുകൊണ്ട് ഞാൻ പോയില്ല, അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് മിനിസ്ട്രിയിലൊക്കെ കുറേ പേരുണ്ട്, അവരും ആദ്യം കുറേ പേര് ഫുൾ ടൈമർഷിപ്പാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരെല്ലാവരും പോയി, അതിൽ 1-2 പേർക്ക് ജോലി കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇപ്പോൾ ജോലി കിട്ടിയല്ലേ, പിന്നീട് ഇത് ചെയ്യാലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനിരിക്കുന്നില്ല, അങ്ങനെ ജോലി കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് ഫുൾ ടൈമർഷിപ്പ് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. സോ ഞാനൊന്നും പോയില്ല, അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഒരു സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നു, എന്തേ നീ പോകുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ അടുത്ത വർഷം ഒരു 1 ഇയർ കമ്മിറ്റ്മെൻറ്റ് എടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ ജോലിയൊന്നും നോക്കുന്നില്ല എന്ന്. അപ്പോൾ സാർ പറഞ്ഞു, നീ ചിലപ്പോൾ ഇങ്ങോട്ട് പൈസ തന്നാലും നീയൊക്കെ ജോലിക്ക് കയറുമായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാർ. പക്ഷേ ഭയങ്കര കമ്പനി സാറായിരുന്നു. അപ്പോൾ സാർ അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷേ പുള്ളി പോയി HODയുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്കറിയാം അത്യാവശ്യം പഠിക്കുന്നതാണ്, നല്ല ടാലൻ്റ് ഉണ്ട്, സ്മാർട്ടാണ്, കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ പോയാൽ ജോലി കിട്ടും എന്നുള്ളൊരു സ്കോപ്പ് ഉള്ളതുകൊണ്ട് സാർ എന്നെ വിളിച്ചിട്ട് വെച്ച് എന്തേ പോവാത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ സാറിന് എൻ്റെ ചേച്ചിയുടെ കാര്യങ്ങളും, ചേച്ചി അവിടെ പഠിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം, ഫുൾ ടൈമർഷിപ്പാണ്. അപ്പോൾ ഉടനെ ഫുൾ ടൈമർഷിപ്പ് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ അറിയാം. അപ്പോൾ സാർ വന്നോ, അപ്പോൾ പിന്നെ അടുത്ത വർഷം കല്യാണമായിരിക്കും, കുറേയായിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോഴൊക്കെ എനിക്ക് ശരിക്കും ഇങ്ങനെ പൊളിയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു MBA എടുത്തിട്ട് പുള്ളിയുടെ മുമ്പിൽ വന്നിട്ട് അത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര അത് വളരെ മെൻ്റലി നമുക്ക് ഒരുപാട് ഇങ്ങനെ കുറേ ചിന്തകളും കുറേ ക്വസ്റ്റ്യൻസൊക്കെ വരുമായിരുന്നു. പക്ഷേ അതെല്ലാം സങ്കടങ്ങളും എല്ലാ ഫിയേഴ്സും എല്ലാം എൻ്റെ ആങ്സൈറ്റീസും എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ഒരുപാട് കോളേജസിന് 5 കോളേജസിനോളം ഞാൻ അപ്ലൈ ചെയ്തു, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്ന് പറഞ്ഞ കോഴ്സിന്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് ഒരു കോളേജിൽ നിന്ന് മെയിൽ വന്നു സെയിങ് ദാറ്റ് അമേരിക്കയിൽ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നമ്മൾ എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന BCom ആണ്, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു കോഴ്സാണ്. അപ്പോൾ ഒരു കോളേജിൽ നിന്ന് റിപ്ലൈ വന്നു സെയിങ് അറ്റ്ലീസ്റ്റ് ഒരു ഫിലോസഫി 1 ഇയർ ഫിലോസഫിയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഇൻ ഫിലോസഫി വേണം. അത് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അത് കമ്പൽസറി ആണ്, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. സോ സോറി, അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു പ്രീ റിക്വസിറ്റാന്ന് പറഞ്ഞു വന്നു. അപ്പോഴേക്കും ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം ഇത്രയും നാൾ ദൈവം ഇതാണ് വിചാരിക്കും, അതായത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ എന്തായാലും ഓൾറെഡി 5ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു, അപ്പോഴെൻ്റെ മനസ്സിലൂടെ പോകുന്നുള്ളൂ, കാറ്റ് പഠിച്ച സമയത്ത് വല്ല ഫിലോസഫി പഠിക്കാൻ പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായേനെ, ഇതൊക്കെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ വേറെ എനിക്ക് കുറേ ഇനി വേറെ കോഴ്സിന് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കണോ, അത് വേണോ ഇത് വേണോ, അങ്ങനെ ഒരുപാട് ഫേസും ഒരുപാട് ഡൗട്ട്സും എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം തറവാട്ടിൽ പോയ സമയത്തായിരുന്നു മേമ, എൻ്റെ പപ്പയുടെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ മേമയ്ക്ക് ഇതൊന്നും സംഭവിക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കാര്യമൊന്നുണ്ട്, എന്തായി കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ മേമ പറയും, നീ എന്തിനാടി പേടിക്കണേ, നീ ഇത്ര നാൾ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ഈശോയ്ക്ക് വേണ്ടി 1 വർഷം മാറ്റി, ഇനി ഈശോയ്ക്ക് വേണ്ടി എന്നെ പഠിക്കാൻ പോകുന്നു, ഈശോ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്ന് പറയും. അപ്പോൾ അത് ശരിക്കും നമുക്കറിയാം, ചില സമയത്ത് നമ്മളിങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഡൗട്ടൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ദൈവം ആരെങ്കിലേക്ക് അയക്കും. മേ ബി ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എ പേഴ്സൺ, ഇറ്റ് മേ ബി യുവർ എൽഡർ, ഇറ്റ് മേ ബി യുവർ പാരൻസ്. അപ്പോൾ അങ്ങനെ അത് വളരെയധികം എനിക്ക് മോട്ടിവേറ്റിംഗ്, അല്ലെങ്കിൽ ഇച്ചിരി എനിക്ക് അന്നേരം ദൈവത്തിൽ ആശ്രയിക്കാൻ വളരെയധികം ഒരു മോട്ടിവേഷനായിരുന്നു അന്നേരമുള്ള കാര്യം. പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഭയങ്ങളും എല്ലാം സമർപ്പിച്ചു. അതായത് ഞാൻ വേറെ ഇനി 5 കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ മേ ബി സംതിങ് എൽസ് ഇസ് വാട്ട് ഗോഡ് വിൽസ് എന്നുള്ള കാര്യം. അപ്പോഴേക്കും അമ്മാമ എല്ലാവരും കൂടെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി. അവ പറയാം, എന്തായാലും ഇത് ഒന്നും ആവുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് കല്യാണം ആലോചിച്ചേക്കാമെന്നും പറഞ്ഞപ്പോഴേക്കും അപ്പം ഞാൻ എല്ലാ രീതിയിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. അപ്പം ഞാൻ എന്തായാലും അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, എന്തായാലും ജൂൺ വരെ കാത്തിരിക്കാം, എല്ലാ കോളേജിൻ്റെയും സംഭവം വന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഞാൻ സബ്മിറ്റഡ്. വീണ്ടും ഒരു സമർപ്പണത്തിൻ്റെ സമയമായിരുന്നു. മേ ബി ദൈവം ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രം അത് നടക്കട്ടെ. കാരണം ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ വെറുതെ ഒരു അന്യ രാജ്യത്തിൽ പോയിട്ട് ചുമ്മാ പോയി കഷ്ടപ്പെടണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എന്നെ വീണ്ടും എല്ലാം സമർപ്പിച്ചു. വേറെ കോഴ്സുകളോ അങ്ങനെ ഒന്നും വേറെ തപ്പാനോ ഒന്നും പോയില്ല. ഐ വെയിറ്റഡ്. അങ്ങനെ 1 കോളേജിന് വന്നു, 2ാമത്തെ കോളേജിന് വന്നു, 3ാമത്തെ കോളേജ് എല്ലാം ഡിക്ലൈൻ എല്ലാം അഡ്മിഷൻ കിട്ടിയില്ല. 4ാമത്തെയും വന്നു. അങ്ങനെ അവസാനമാണ് 5ാമത്തെ കോളേജിൻ്റെ ഒരു മെയിൽ വന്നു. അത് ദൈവത്തിൻ്റെ വലിയ കരുണ എന്ന് പറയണം. കാരണം അർഹിക്കാത്ത യാതൊരുവിധ സ്കോപ്പും ഇല്ല. പക്ഷേ സാന്റാ ക്ലാര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് കാലിഫോർണിയയിൽ നിന്ന് ഉള്ള ഒരു ജെസ്യൂട്ട് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവർ ഗേവ് മീ അഡ്മിഷൻ ഫോർ എ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ഇൻ ദ കോഴ്സ്. അപ്പോൾ ആദ്യമേ തന്നെ അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞൊന്നുമില്ല. കാരണം അവിടെ എൻ്റെ ഫ്രണ്ട്സായാലും അമേരിക്കയിൽ ആദ്യം പോണേന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അവിടെ ഒന്നും നോക്കണ്ട, ഭയങ്കര കോസ്റ്റ്ലിയാണ്, ആൻഡ് ഓൾസോ നമുക്കൊന്നും അതായത് ഭയങ്കര ടഫാണ് അവിടെ നിന്ന് കയറിപ്പോകാൻ. ബാക്കി എല്ലാവരും വേറെ കൺട്രീസൊക്കെ ആണെങ്കിൽ പിന്നെയും കയറിപ്പോകാം. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഐ വോണ്ട് ടു ലേൺ ഇൻ ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസും ഇസ് ഇൻ US. അപ്പോൾ ഞാനെപ്പോഴും ഇല്ല, ഐ വോണ്ട് ടു സ്റ്റഡി, ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹി വിൽ ഗിവ് ദ വെരി ബെസ്റ്റ് ഫോർ മീ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായില്ല. അങ്ങനെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കരുണയിൽ നമുക്കറിയാം, എനിക്ക് ഞാൻ പറഞ്ഞു അവിടെ ഒരു മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി നമുക്ക് എടുത്തിരിക്കണം. അപ്പോൾ ദേ ഗേവ് മീ ആൻ എക്സെപ്ഷൻ സെയിങ് അവരുടെ അവിടുത്തെ ഒരു ഞാൻ പറഞ്ഞു ഫിലോസഫി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ദേ ഗേവ് മീ ആൻ എക്സെപ്ഷൻ. അവർ പറഞ്ഞു ഒരു 6 months അവിടുത്തെ ഡൊമിനിക്കൻ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ യു ക്യാൻ ഗോ ആൻഡ് അവിടുത്തെ എൻ്റെ കൂടെ മേക്കപ്പ് ചെയ്ത് യു ക്യാൻ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി എന്നുള്ളൊരു കോഴ്സും കൂടെ ചെയ്യാം. ഇനി ഏറ്റവും വലിയ കരുണ എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് ഫുൾ സ്കോളർഷിപ്പ്. 3 വർഷവും ഫുൾ ട്യൂഷൻ ഫീ ഒന്നും കൊടുക്കാതെ ഫുൾ സ്കോളർഷിപ്പോടെ ദൈവം എനിക്ക് ചെയ്തു. വലിയ കരുണ എന്ന് പറഞ്ഞാൽ വലിയ കരുണ. ഞാൻ ശരിക്കും ആലോചിക്കായിരുന്നു, ഞാൻ എൻ്റെ പ്ലാനോ എൻ്റെ പദ്ധതിയോ അനുസരിച്ച് പോവുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു MBA കോളേജിൽ ഒരു കൊറോണ ബാച്ചായിട്ട് അവിടെ ഇരുന്നാനെ. പക്ഷേ ദൈവത്തിന് വൺസ് when I submitted all my പ്ലാൻസ്, ഓൾ മൈ ഡ്രീംസ് എല്ലാം ചെയ്തപ്പോഴേക്കും ശരിക്കും അതിനെക്കാട്ടും വലിയ മനോഹരമായ പദ്ധതികളും പ്ലാനുകളുമാണ് ദൈവത്തിനുള്ളത്. അങ്ങനെ വലിയൊരു അത്ഭുതമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. കാരണം അവിടെ ഫുൾ സ്കോളർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപ്ലൈ ചെയ്യുന്നതിൽ 1% സ്റ്റുഡൻസിനെ അവർ കൊടുക്കത്തുള്ളൂ. അതും ഫസ്റ്റ് പ്രിഫറൻസ് അമേരിക്കൻസിനാണ്. അപ്പോൾ കിട്ടാൻ യാതൊരു സാധ്യതയില്ലാത്ത സമയത്താണ് ദൈവം വലിയൊരു അത്ഭുതവും ദൈവത്തിൻ്റെ വലിയ കരുണയും വന്നാണ് ഒരു ഫുൾ സ്കോളർഷിപ്പ് കിട്ടുക. ദാറ്റ് ടു ഫോർ ആൻ ഇന്ത്യൻ. അവിടെ കിട്ടുന്നത് വളരെ റെയറാണ്. അതും യാതൊരുവിധ ഇതിലെ ഫീൽഡിൽ റിലീജിയസ് സ്റ്റഡീസിലോ യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതിൽ എനിക്ക് ദൈവം തന്നതിൽ വലിയ ദൈവത്തിൻ്റെ അത്ഭുതവും ഇതുമാണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് ഒരു ഇമിഗ്രേഷൻ്റെ ഒരു ഡോക്യുമെൻ്റ് വരുന്നതിലും അത്യാവശ്യം ഒരു ഡെപ്പോസിറ്റ് കാണിക്കണം എന്ന് അപ്പോഴേക്കും പപ്പ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് നമ്മൾ സേവിങ്സ് ഒന്നും വെച്ചിട്ടില്ല, ബാക്കിയെല്ലാം ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കൊടുത്തതാണ്.
പക്ഷേ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിലും ഒരിക്കലും ഇത്രയും വലിയ ഫീ ഓൾമോസ്റ്റ് 80 lakhs വരും പഠിച്ച് ഇറങ്ങുമ്പോഴേക്കും. അപ്പോൾ എത്രയൊക്കെ സേവ് ചെയ്ത് വെച്ചായിരുന്നാലും അത്രയൊന്നും വലിയ അഡ്മിഷൻ പൈസ കൊടുത്ത് വാങ്ങാനൊന്നും നമുക്ക് പറ്റൂലായിരുന്നു. പക്ഷേ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മുടെ ഒരു ആവശ്യ സമയത്ത് ദൈവത്തിൻ്റെ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഗോഡ്സ് ഗ്രേസ്. ആവശ്യത്തിന് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും എല്ലാം ഉപരി ദൈവം നമ്മുടെ ആവശ്യങ്ങൾ കണ്ടിറങ്ങി ചെയ്യുന്നത്. സോ ശരിക്കും ഞാൻ ഈ സമർപ്പണമൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായതാണ്, ദൈവം ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും എടുത്തു മാറ്റുന്നില്ല. ഒന്നെങ്കിൽ എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം തിന്മയാണ് എന്നറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാം നമുക്ക് ദൈവം നൽകും. നമുക്കുള്ള ഒരു പേടിയാണ് നമ്മൾ എന്തെങ്കിലും എടുത്തു മാറ്റുമോ, നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകും. വൺ തിങ് ദാറ്റ് ഐ ഹവ് ലേൺഡ് ഇസ് യു വോണ്ട് ലൂസ് എനിത്തിങ്. നമ്മുടെ പോപ്പ് ബെനഡിക്ട് 16 പറയുന്ന പോലെ ഇഫ് വി ലെറ്റ് Christ into your lives, you will lose nothing and absolutely nothing of what makes life free, beautiful and great. And today I can say I have really witnessed it and experienced it in my own life that you will not lose nothing and absolutely nothing of what makes life free, beautiful and great. ഏശയ്യ 55 പറയുന്ന പോലെ എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെതല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതും പോലെയല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വാക്കുകളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നമ്മളൊക്കെ വിചാരിക്കുന്നതിനെക്കാട്ടും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടും ഒക്കെ മച്ച് ബിയോണ്ടാണ് ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ പ്ലാനുകളും ദൈവത്തിൻ്റെ വഴികളും. നമ്മൾ 1 Corinthians 2:9 പറയുന്നുണ്ട്, വാട്ട് നോ വൺ എവർ സോ ഓർ ഹേർഡ്, what no one ever thought would happen is the very thing God has prepared for those who love him. So only thing is that just jump into his hands, just throw your life into his hands and you will see that extraordinary, that fullness, extraordinary awesome power of God നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാണും. And never let the lie that Satan told Garden of Eden പറഞ്ഞ് ആ നുണ കേട്ട് നമ്മൾ ഇനിയും നമ്മുടെ ജീവിതം ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഒരു മീഡിയോക്കർ ലൈഫിലേക്ക് പോകാൻ അനുവദിക്കരുത്. നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകം ഒരു പേടിയാണ്, നമ്മൾ പോയി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകും. പക്ഷേ I can assure you I have experienced it in my life. You will lose nothing and absolutely nothing of what makes life free, ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ മാതാവ് പറഞ്ഞ പോലെ തന്നെ ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. യെസ്, ഹോളിനെസ്സിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ ഹോളിനെസ്, ഇപ്പോൾ നമ്മൾ പറയും ഹോളിനെസ് ഇസ് പവർ. യെസ്, ഈ കാലഘട്ടത്തിൽ ഹോളിനെസ് ഇസ് പവർ. നമ്മൾ വിചാരിക്കും ഹോളിനെസ് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. നോ, ഹോളിനെസ് ഇസ് അറ്റൈൻഡ് ഇൻ ദ സ്മോൾ തിങ്സ്, ബൈ doing your responsibilities, by being faithful in your responsibilities, by being obedient to your parents, to God given authorities. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ വിശുദ്ധി കൈവരിക്കുന്നത്. നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്താലായിരിക്കും വലിയ കാര്യങ്ങൾ നേടാൻ പോകുന്നത്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവന് ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അങ്ങനെ നമ്മളിലൂടെ നമ്മൾ ഫിലിപ്പിയൻസ് 4:13 ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻസ് മീ. നമ്മളെല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. സോ ഡോണ്ട് ഗെറ്റ് അഡ്ജസ്റ്റഡ് ടു ദി മീഡിയോക്കർ ലൈഫ്, ടു ദി ആവറേജ് ലൈഫ് ദാറ്റ് ദ വേൾഡ് ടെൽസ്, അല്ലെങ്കിൽ ദാറ്റ് ദ വേൾഡ് പ്രോമിസസ്. നമ്മൾ മാർപ്പാപ്പ പറഞ്ഞ പോലെ വി നീഡ് സെയിൻസ് വിത്തൗട്ട് കാസക്സ്, വിത്തൗട്ട് വെയിൽസ്. വി നീഡ് സെയിൻസ് ഹു വെയർസ് ജീൻസ് ആൻഡ് ഹു വെയർ ടെന്നീസ് ഷോർട്സ്. എല്ലാം ഈ കാലഘട്ടത്തിൽ വി നീഡ് സെയിൻസ് ഓഫ് ദിസ് 21st century who live a life, who lead a spirituality appropriate to this time. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ലൈഫ് ബോറാണ്. ഒരിക്കലുമല്ല. എന്നെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല ജോൺ ബോസ്കോ പറയുന്നത്, യു ക്യാൻ ഹാവ് ഓൾ ദ ഫൺ ഇൻ ദിസ് വേൾഡ് എക്സെപ്റ്റ് സിൻ. പക്ഷേ ലോകം പറയുന്നത് എന്താണ്? യു ക്യാൻ ഹാവ് ഫൺ, പാപം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ഫണ്ണുള്ളൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ബട്ട് ദാറ്റ് ഈസ് ഡിസ്ട്രോയിങ് മില്യൺസ് ഓഫ് സോൾ അറൗണ്ട് ദ വേൾഡ്. ദർ ആർ മെനി പീപ്പിൾ ഹു ആർ ലീഡിങ് അബണ്ടൻറ്റ് ഹോളി ലൈഫ്സ്. അതായത് നമ്മൾ നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ, നമ്മുടെ എൻജോയ്മെൻറ്റോ ഒന്നും പോകുന്നില്ല. With Christ you can have that fullness of life and you can have that holiness which God is calling you to be. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഫിലിപ്പിയൻസ് 2:15 പറയുന്നുണ്ട്, സോ ദാറ്റ് യു മേ ബി ബ്ലെയിംലെസ് ആൻഡ് ഇന്നസെൻറ്റ് ചിൽഡ്രൻ ഓഫ് ഗോഡ് വിത്തൗട്ട് ബ്ലെമിഷ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ പെർവേഴ്സ് ആൻഡ് ക്രൂക്കഡ് ജനറേഷൻ അമംഗ് ഹൂം യു ഷൈൻ ആസ് ലൈറ്റ് ഓഫ് ദ വേൾഡ്. അങ്ങനെ നമ്മളായിരിക്കുന്നവർ ഈ ലോകത്തിലെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും ലിറ്റിൽ ബൈ ലിറ്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ബൈ ടേക്കിംഗ് ഹോളി മൊമെൻറ്റ്സ് വൺ മൊമെൻറ്റ് അറ്റ് എ ടൈം, we can definitely become saints. We can definitely lead a holy life. So no longer restrict your life to that lying saying that
holiness is not possible. Yes, holiness is possible, and indeed holiness is power, and you and I can lead a holy life. സോ നമുക്കൊരു നിമിഷം ഈ ടോക്ക് അവസാനിക്കുന്ന മുമ്പ് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരെയും ഈ ശ്രവിക്കുന്ന എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നിനക്കറിയാം ഞങ്ങൾക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കും ഇനിയും there are certain fears that is holding us back from giving our life entirely to you. ഞങ്ങൾക്ക് ഒരുപാട് പേടികളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ നശിഞ്ഞു പോവോ, ഞങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവോ. പക്ഷേ ദൈവമേ, നീ ഒന്നും എടുത്തു മാറ്റുന്നില്ല എന്നുള്ളൊരു വലിയ സത്യം ഞങ്ങൾക്ക് നൽകിയതിൻ്റെ അടുത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിനെക്കാട്ടും വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനാണ് നീ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലോർഡ്, വി ബിലീവ് ദാറ്റ് യു ആർ എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ, ആൻഡ് ഹീ ഈസ് സ്റ്റിൽ able to do the impossible in your life. The only thing they may give us that grace to transform, give us that grace to submit our life totally into your hands, to allow your transforming love to transform us and lead us to that fullness of life which you have promised. യേശയ്ക്ക് പ്രാർത്ഥിക്കുന്ന പോലെ, ദൈവമേ, ഞാൻ പാപിയാണ്, പാപികളുടെ ഇടയിൽ വസിക്കുന്നവനാണ്. എങ്കിലും ആ കോൾ വെച്ച് നമ്മളെല്ലാവരും വിശദീകരിച്ച പോലെ, ആ കരിങ്കട്ട പോലെ നമ്മൾ വിശദീകരിച്ച പോലെ എന്നെയും വിശദീകരിക്കണമേ. Let us also be faithful to our call, that is, be holy as a heavenly Father is holy. അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും ഈ യാത്രയിൽ ഞങ്ങൾ ഉടനീളം ഒരുക്കണമേ. മറ്റൊരു ക്രിസ്തുവാക്കി ഞങ്ങൾ ഓരോരുത്തരെയും മെനഞ്ഞെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സോ യെസ്, holiness is power, and holiness is possible for you and for me. So this time we are winding up our UDTP with this. So അടുത്ത പ്രാവശ്യം നമ്മൾ next month we'll be coming with a new topic. So until then, God bless you all. Take care.